എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ. അതിൽ മാത്സിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ തൊട്ട് അടുത്ത ഭാഗമായിട്ട്, അതായത് ഞാൻ കുറേ ചോദ്യങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എങ്ങനെയായിരുന്നു, 10th മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങൾ, അതിപ്പോൾ കുറച്ച് പരീക്ഷ പേപ്പറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ അതിന് മുന്നേ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രം ഞാൻ എന്ത് ചെയ്തു, ഒരു 24 ചോദ്യത്തോളം എന്ത് ചെയ്തു, ഒരു 10th മെയിൻസ് ലെവലിൽ വെച്ചിട്ട് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അങ്ങനെയുള്ളത് പങ്ക്തികളിലൊക്കെ കയറി നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചധികം സംസാരം കൂടിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നി. നമ്മളിത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാറില്ല, ക്ലാസ് എടുക്കുന്നു അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം അതിന് സമയമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ചോദ്യങ്ങൾ വളരെയധികം സമയം എടുത്തിട്ട് സെലക്ട് ചെയ്യുന്നതാണ്, ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഞാൻ തന്നെയാണ് ആ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും അങ്ങനത്തെ, അതായത് അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യങ്ങളെല്ലാവരും ചെയ്യുക. പിന്നെ അതുപോലെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കുറേ ആളുകൾ എന്ത് ചെയ്തു, അതിൻ്റെ ആൻസർ, ഞാൻ ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരം കമൻ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. സാധാരണ എല്ലാവരും താങ്ക് യു സാർ എന്നൊക്കെയാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇമോജിയൊക്കെയാണ് തരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്തമായിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തു. എനിക്ക് നിങ്ങൾ ഈ ഹാർട്ട് ഇമോജി തരുന്നതോ അല്ലെങ്കിൽ താങ്ക് യു സാർ എന്ന് പറയുന്നതിനേക്കാൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനൊരു ചോദ്യം തരുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന മുറയ്ക്ക് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ചെയ്യുന്നത് വഴി എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മടിയൊന്നും വിചാരിക്കേണ്ട. എന്ത് കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് തെറ്റിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളപ്പോൾ കുറേ ആളുകൾ ഉത്തരം ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അങ്ങനെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പിൻ ചെയ്തിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളിടുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ ഫോൺ അത്യാവശ്യം നല്ലപോലെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റൊക്കെ ഞാൻ എല്ലായ്പ്പോഴും കാണുന്നതാണ്. പിന്നെ നമുക്ക് അധികം ആൾക്കാരും ഇല്ലല്ലോ, അപ്പോൾ ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹം മാത്രം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സമബഹുഭുജത്തിൻ്റെ ഓരോ കോണും 150 ഡിഗ്രി ആണെങ്കിൽ ആ സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടായിരിക്കും? നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ തന്നിട്ടുള്ളത് കോൺ എന്ന് പറയുന്നത് ആന്തരിക കോണാണ്. നമുക്കിപ്പോൾ വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സമഭുജത്തിൻ്റെ ഓരോ കോണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിന് മനസ്സിലാക്കേണ്ടത് അത് ആന്തരിക കോണാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു സമഭുജത്തിൻ്റെ ഓരോ കോണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ ആന്തരിക കോൺ അല്ലെങ്കിൽ ആന്തര കോണാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആന്തര കോണാണെന്ന് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ, ഒരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്. വശം സമം വശങ്ങളുടെ എണ്ണം കേട്ടോ, വശങ്ങളുടെ എണ്ണം ഞാൻ അങ്ങനെ എഴുതാം. വശത്തിൻ്റെ എണ്ണം സമം എന്താണ്, 360 ഡിവൈഡഡ് ബൈ 180 മൈനസ് എ അല്ലെങ്കിൽ എക്സ് എന്ന് വേണേലും എടുക്കാം. ഇപ്പോൾ ഞാൻ എ എന്നാണ് എടുക്കുന്നത്. എ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ആന്തരിക കോണാണ്. ഒരു ആന്തരിക കോണില്ലേ, അതാണ് ഈ എ എന്ന് പറയുന്നത്. കിട്ടുമോ? അതായത് വശത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, ഞാനൊരു തവണ കൂടി എഴുതുകയാണ്. വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, 360 ഡിവൈഡഡ് ബൈ 180 മൈനസ് എ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഇക്വേഷൻ കൂടി പറഞ്ഞുതരും കേട്ടോ. 380 മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യാമല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്, 360 ഡിവൈഡഡ് ബൈ 180 അതുപോലെ എഴുതി. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 150. കുറയ്ക്കണം, എക്ക് പകരം 150 എഴുതി. അപ്പോൾ നമുക്ക് എഴുതാൻ എന്ത്, 360 ഡിവൈഡഡ് ബൈ 180, 150 പോയാൽ 30. ഈ പൂജ്യവും വെട്ടിപ്പോയി. 36/3 എത്രയാണ് 36/3?
12. അപ്പോൾ എത്ര വശങ്ങളുണ്ട്? 12 വശങ്ങളുണ്ട്. 12 വശങ്ങളുണ്ട്. കണ്ടുപിടിച്ചല്ലോ? മനസ്സിലായല്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. കിട്ടിയല്ലോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ടൈപ്പ് ചോദ്യം കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യം നോക്ക്. ഇവിടെ ഒരു സമബഹുഭുജത്തിൻ്റെ ഓരോ കോണും 150 ഡിഗ്രി എന്നല്ലേ പറയണേ? അതിന് പകരം ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ 30 ഡിഗ്രി ആണെങ്കിൽ, ചോദ്യം എന്താണ്? ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ 30 ഡിഗ്രി ആണെങ്കിൽ ആ സമബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ 30 ഡിഗ്രി ആണെങ്കിൽ ആ സമബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? എന്താണ് ചെയ്യുന്നത്? നമ്മൾ 360, ആ ഒരു ഇക്വേഷനാണ് കേട്ടോ. 360 ഡിവൈഡഡ് ബൈ എന്താണ്? ബാഹ്യകോൺ ഏതാണത്? 30 ഡിഗ്രി. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ബാഹ്യകോൺ. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തുകൊണ്ട് ഈ 180 - a എന്നുള്ളതും കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആയി പോയേക്കാം. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക? ആ കാണാതെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് പോയിക്കും. 360 ഡിവൈഡഡ് ബൈ 180 - a എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ 180 - a എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആംഗിളാണ്, അല്ലെങ്കിൽ ആന്തരിക കോണാണ്. ആന്തരിക കോണാണ്. ഈ 180 - ആന്തരിക കോണ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബാഹ്യകോണാണ്. അതായത് ബാഹ്യകോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ആന്തരിക കോൺ കുറച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ എന്തെന്നെയാണ് ചെയ്യുന്നത്? 360 ഡിവൈഡഡ് ബൈ ബാഹ്യകോൺ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബാഹ്യകോൺ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബാഹ്യകോൺ കണ്ടുപിടിക്കണം. അതിനാണ് ഈ 180 നിന്ന് നമ്മൾ ആന്തരിക കോൺ കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉത്തരം? 360 ഡിവൈഡഡ് ബൈ 30 വെട്ടിപ്പോയാൽ 12 തന്നെ നമുക്ക് കിട്ടും. ചോദ്യം മനസ്സിലായല്ലോ? എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ഇനി ഞാൻ ആ ഇക്വേഷൻ ഒരു തവണ കൂടി പറയുകയാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ചെയ്തത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇത് എന്താണ് ചെയ്തത്? ഈ ചോദ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു തവണ കൂടി പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഒരു സമബഹുഭുജത്തിൻ്റെ ഓരോ കോണും എന്താണ്? 150 ഡിഗ്രി ആണെങ്കിൽ ആ സമബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വശങ്ങളുടെ എണ്ണം സമം 360 ഡിവൈഡഡ് ബൈ 180 - a. എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ആന്തരിക കോൺ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മളോട് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് അല്ലെങ്കിൽ എന്ത് എഴുതാം? വേറൊരു ഇക്വേഷനായിട്ട് എന്ത് എഴുതാം? എണ്ണം കാണാൻ 360 ഡിവൈഡഡ് ബൈ എന്താണ്? ബാഹ്യ കോൺ. ഇനി ഏതായാലും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇക്വേഷൻ കൂടി ഞാൻ പറയാം. എന്താണ് ആ ഇക്വേഷൻ? നിങ്ങൾക്ക് കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും? ഒരു സമബഹുഭുജത്തിൻ്റെ കോണുകളുടെ ആകെ തുക, ആന്തരിക കോണുകളുടെ ആകെ തുക എന്തായിരിക്കും? കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എഴുതാം, തെറ്റ് വേണ്ട. ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഗുണിക്കണം 180 ആയിരിക്കും. n-2 ഗുണിക്കണം 180 ആയിരിക്കും. ഓർക്കുമല്ലോ? തെറ്റില്ലല്ലോ? അവിടെ n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അത് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നീണ്ടുപോകും. അതിൻ്റെ ആവശ്യമില്ല. n-2 × 180 ഡിഗ്രിയാണ്. ഓർക്കുമല്ലോ? ആന്തരിക കോണുകളുടെ തുക, ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, കളയരുത്. 10th മെയിൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ സാധനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കുക. ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊരു കാര്യം കൂടിയും പഠിച്ചോ. ഞാനിവിടെ നിന്ന് എഴുതുന്നുണ്ട്, മേലെ എഴുതുന്നുണ്ട്, സ്ഥലക്കമ്മി കൊണ്ടാണ്. എന്താണ്? ഏത് സമബഹുഭുജമാണെങ്കിലും ഇന്നത് ഒന്നുമില്ല. എഴുതാനും മറന്നുപോയോ? ഏത് സമബഹുഭുജമാണെങ്കിലും ഏത് സമബഹുഭുജമാണെങ്കിലും അതിൻ്റെ ബാഹ്യകോണുകളുടെ തുക,
ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. എന്താണ് നമ്മൾ പഠിച്ചത്? ഏത് സമബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഗുണിക്കണം 180 ആയിരിക്കും. ഇതെവിടെയൊക്കെ ഉണ്ട്? ത്രികോണത്തിൻ്റെത് 360 ആണ്, ചതുരത്തിൻ്റെ 360 ആണ്, പഞ്ചഭുജത്തിൻ്റെ 360 ആണ്. ഓക്കെ. പക്ഷേ ഇവിടെ ആന്തരിക കോണുകളുടെ തുക വരുന്ന സമയത്ത് മാത്രം വ്യത്യാസങ്ങൾ വരും. എന്ത് വരും? ത്രികോണത്തിൻ്റെ എത്രയാ? 180 ഡിഗ്രിയാണ് അല്ലേ? 60 60 60. പിന്നെ ചതുരത്തിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സമചതുരത്തിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? n-2 × 180 എത്ര വരിക? ഇവിടെ 4 ഇട്ട് കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണം 4, 4 - 2 2, 2 × 180 എത്ര വരിക? 360 ഡിഗ്രി. അങ്ങനെയാണ് ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ 360 വന്നുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടായത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാനുള്ള ബുദ്ധി നിങ്ങളുടെ തലയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാനൊരു ചോദ്യം മാത്രമാണ് പഠിപ്പിച്ചത്, പക്ഷേ അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് എടുക്കുക, ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ഈ ഇക്വേഷൻസ് ഒക്കെ കിട്ടും. നിങ്ങളുടെ അതിൽ റാങ്ക് ഫയലൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുമെങ്കിലും ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. 16, 20, 24, 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 11, 15, 19, 25 എന്നിങ്ങനെ ശിഷ്ടങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. LCM അവിടെ വരുന്നുണ്ട്, LC അവിടെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കിക്കോ. 16, 20, 24, 30 ഈ സംഖ്യകളെ എന്താണ് കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം എന്നാണ് പറയുന്നത്. അതായത് 16 ആണെന്നുണ്ടെങ്കിൽ 11, 20 ആണെന്നുണ്ടെങ്കിൽ 15, 24 ആണെന്നുണ്ടെങ്കിൽ 19, 30 ആണെന്നുണ്ടെങ്കിൽ 25 എങ്ങനെ ശിഷ്ടം ലഭിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എടുക്കുക. 16 11 കുറയ്ക്കുക. അതായത് ആദ്യത്തേൻ്റെത് കുറയ്ക്കുക, ശിഷ്ടം കുറയ്ക്കുക. എത്ര കിട്ടും? ഇവിടെ 5, ഇവിടെ കുറച്ചാലും 5, ഇവിടെ കുറച്ചാലും 5, ഇവിടെ കുറച്ചാലും 5. അപ്പോൾ അതായത് ശിഷ്ടം എത്രയായിരിക്കും? ശിഷ്ടം ഈ 11, 15, 19, 25 ആണ്. പക്ഷേ കോമൺ ആയിട്ടുള്ളത് എന്തായിരിക്കും? കോമൺ എന്താണ്? 5 ആണ്. അപ്പോൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത്? നമ്മൾ ഈ 16, 20, 24, 30 ഇതിൻ്റെയൊക്കെ LCM കാണാം. ആ LCMൽ നിന്ന് എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ LCMൽ നിന്ന് ഈ കോമൺ ആയിട്ടുള്ള 5 കുറച്ചാൽ മതി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ഇതിൻ്റെ സെക്കൻഡ് ലെവലാണ്. നമുക്ക് സാധാരണ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? LCMേ ചോദിക്കുകയുള്ളൂ. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണിത്. ചെയ്യാലോ? അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാം. 16, 20, 24, 30 ഇതെല്ലാം നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ കഴിയും. എന്നാലും നമുക്കിത് സാധാരണ LCM ചെയ്യുന്ന പോലെ ഘടകങ്ങളാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 8, 10, 12 ഇവിടെ എത്ര വരിക? 15. കറക്റ്റ് അല്ലേ? ഇനി എത്ര കൊണ്ട് ചെയ്യാം? ഇനിയും 2 കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ. 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 4 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 6 വന്നു, ഇവിടെ 15 അതുപോലെ തന്നെ എഴുതി. 15ൽ 2 ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം. 4 6 ഉണ്ടല്ലോ. അപ്പോൾ 2 കൊണ്ട് ചെയ്താൽ 2, ഇവിടെ 5 അതുപോലെ തന്നെ എഴുതി. 6നെ 3ആയി. ഈ 15 എത്രയായി? അതുപോലെ 15 തന്നെ ആയിട്ട് നിൽക്കുന്നു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. 2 5 ഉണ്ടല്ലോ. ഇവിടെ 5 വരും. 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 2, ഈ 5 1ആയി, ഈ 3 അവിടെ ഉണ്ട്, ഈ 15 3ആയി. അപ്പോൾ ഇനി ആരെ കൊണ്ട് ചെയ്യാനുള്ളത്? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ ഈ 2 അതുപോലെ നിൽക്കുന്നു. 1 1 1. ഇനി നമുക്ക് ചെയ്യണോ? വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കി എത്രയുണ്ട്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഗുണിക്കണം 2 എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഗുണിക്കണം 2. പിന്നെ 1 ഉള്ളത്, അതിനെ ഗുണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത് ചെയ്യാം? 5 ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം 2 ഉണ്ടെങ്കിൽ അതിന് 2ന് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളതിനെ ഗുണിക്കുക. 2 2 4, 4 3 4 12, 12 × 4 12 × 2 24. പിന്നെ ഇതാക്കണേ 2 × 5 എത്രയാണ്? നിങ്ങൾക്കറിയാം എത്ര? 2 × 5 10 ആണ്. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഗുണിക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ ഒരു ഗുണിക്കാം. അപ്പോൾ ഗുണിച്ചു നമുക്ക് LCM 240 എന്ന് കിട്ടി. LCM എത്രയാണ്? 240. ഞാൻ എന്തേ പറഞ്ഞിട്ടുള്ളത്?
ആദ്യം നമ്മൾ LCM കാണാം, എന്നിട്ട് എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള സംഖ്യ എത്രയാണ് ഇതിന് ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് 5. ആ 5 ഇതിൽ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം 235. നമ്മുടെ ഉത്തരം 235. നിങ്ങളുടെ എ ഓപ്ഷൻ ഇവിടെ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയാം, എ ഓപ്ഷൻ എന്തായിരിക്കും? 240 ആയിരിക്കും. ഓക്കെ. ഇതിൽ അതുപോലെ തന്നെ ബി ഓപ്ഷൻ എന്തായിരിക്കും? 245 ആയിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ സിയോ ഡിയോ ഓപ്ഷൻ ആയിരിക്കും 235. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഡിഫറൻസ് എടുക്കുക, അതായത് ശിഷ്ടവും സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് അത് LCM കണ്ടതിന് ശേഷം ആ ഡിഫറൻസ് കുറയ്ക്കുക. ആ ഡിഫറൻസ് കുറയ്ക്കുക. മറക്കില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, ഈ ചോദ്യം ഇതിലിടാനുള്ള കാരണം കഴിഞ്ഞ ചോദ്യം അതിൻ്റെ അതേപോലെയുള്ള ഒരു അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ യഥാക്രമം 5, 6, 7, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നു. ഇവിടെ ആകെ ഒരൊറ്റ ശിഷ്ടമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞതിൽ കുറേ ശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ സെയിം ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഡയറക്റ്റായിട്ട് ശിഷ്ടം 1 കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് സംഖ്യകൾ തന്നിട്ടുണ്ട് 5, 6, 7, 8, 9. ആ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കുക. ആദ്യം ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കുക, അതിനോട് ശിഷ്ടം കൂട്ടുക. നേരത്തെ ശിഷ്ടമല്ല കൂട്ടുന്നത്, എന്താണ്, ശിഷ്ടവും ആ സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് ആണല്ലോ, അതുകൊണ്ട് അത് കുറയ്ക്കുക. ഇവിടെ ശിഷ്ടം 1 കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ശിഷ്ടം കൂട്ടണം. ഓർക്കുമല്ലോ. ഡയറക്റ്റ് ശിഷ്ടമാണ് തന്നു വെച്ചാൽ എന്ത് ചെയ്താൽ മതി? നേരെ കൂട്ടിയാൽ മതി. ഓക്കെ. സംഖ്യ ഏതാന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 5, 6, 7, 8, 9. ഇതിൻ്റെ LCM കാണാം. LCM കാണാൻ ആദ്യം 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 5 അതുപോലെ നിന്നു, 6 3 ആയി, 7 അതുപോലെ, 8 4 ആയി, 9 അതുപോലെ തന്നെ. ഇനി എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 5 ഇവിടെ ഉണ്ട്, 3 1 ആയി, 7 അതുപോലെ ഉണ്ട്, 4 4 തന്നെ, 9 3 ആയി. ഇനി കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനി കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ നേരിട്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 1 ഉണ്ട്, ഞാൻ 1 എഴുതുന്നില്ല. 7 ഗുണിക്കണം 4 ഗുണിക്കണം 3. ഓക്കെ ആണല്ലോ? ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 2 5 ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളതിനെ ഗുണിക്കുക. ബാക്കിയുള്ളതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ 3 7 21 × 4 എത്രയാ? 84 അല്ല, 84 അല്ലേ കിട്ടുക? 21 ഗുണിക്കണം 4 84. ഇനി എന്താണ്? 84 ഗുണിക്കണം 3 ഉണ്ട്. 84 ഗുണിക്കണം 3 ചെയ്താൽ എത്ര കിട്ടുക? 252. കറക്റ്റ് ആണല്ലോ? 84 ഗുണിക്കണം 3 3 8 24 240, പിന്നെ എന്താണ്, ഒരു 12. അപ്പോൾ കറക്റ്റാണ്. ഓക്കെ. 252 LCM ആയിട്ട് കിട്ടി. കറക്റ്റാണോ? ഇല്ല, അവിടെ ഒരു 2 × 5 എഴുതാൻ മറന്നിട്ടുണ്ട്, അത് മറക്കരുത് കേട്ടോ. 2 × 5 10, 2520 മൊത്തത്തിൽ ഗുണിക്കണം ഞാൻ. പക്ഷേ ഗുണിക്കാനുള്ള ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആദ്യം 2 × 5 മാറ്റി വയ്ക്കുക. അത് എത്ര? 10 അപ്പോൾ ഒരു 0 ഇട്ടാൽ മതി എന്നറിയാലോ. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം ഗുണിക്കുക. 3 ഗുണിക്കണം 7 21, 21 ഗുണിക്കണം 4 84, 84 ഗുണിക്കണം 3 252, എന്നിട്ടൊരു 0 കൂടി ഇട്ട് കൊടുക്കുക. ഇത് LCM ആണ്. LCM നമ്മൾ കണ്ടുപിടിച്ചു. LCM കണ്ടുപിടിച്ചാൽ മതിയോ? അതിനോട് എന്ത് കൂട്ടണം? ശിഷ്ടമായ 1 കൂട്ടണം. ശിഷ്ടമായ 1 കൂട്ടണം. അപ്പോൾ നമ്മുടെ ഉത്തരം 2521. 2521. അഡ്വാൻസ് ലെവലിലുള്ള 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ. 2521. എന്താണ് ഇവിടെ ചെയ്തത്? ശിഷ്ടം 1 കൂട്ടി. നേരത്തെ കേസും ഈ കേസും മനസ്സിലാക്കി വെച്ച് വേണം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകാൻ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? ഓപ്ഷൻ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. നല്ല ചോദ്യമാണ് ഇത്. ചോദിച്ചിട്ടുള്ള ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് കേൾക്കുക. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനെ വിളിക്കുക ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി തിയറം എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ അതൊന്നും പേരൊന്നും നമ്മൾ പഠിക്കണ്ട അല്ലേ? നമ്മൾ കാര്യം എന്താണെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ABC എന്നിവയായിക്കോട്ടെ. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ABC എന്നിവയാവട്ടെ, തന്നിരിക്കുന്ന വശങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A + B എന്ന് പറയുന്നത് C യേക്കാൾ
വലുതായിരിക്കണം. A+B എന്ന് പറയുന്നത് സിയേക്കാൾ വലുതായിരിക്കണം. അതാണ് ഈ തിയറം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ത്രികോണം ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 3 സൈഡുകൾ തന്നു, അതൊരു ത്രികോണം ആവണമെങ്കിൽ അതിലെ 2 ചെറിയ വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അതിലെ വലിയ വശത്തേക്കാൾ വലുതായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അതിലെ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്തായിരിക്കണം? അതിലെ വലിയ വശത്തേക്കാൾ വലുതായിരിക്കണം. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പറഞ്ഞത് ഒരു തവണ കൂടി ഞാൻ പറയുകയാണ്. അതിൻ്റെ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ വലിയ വശത്തേക്കാൾ വലുതായിരിക്കണം. ഇത് നമുക്ക് നോക്കാമല്ലോ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസ് എടുത്തു. ആദ്യത്തെ കേസിൽ ആദ്യ വലുത് 5 ആണ് വലുത്. അപ്പോൾ 3ഉം 4ഉം കൂട്ടി എത്ര കിട്ടിയേ? 7. 7 ഗ്രേറ്റർ ദാൻ 5 ആണല്ലോ? ആണ്. അപ്പോൾ ഇതൊരു ത്രികോണമാണ്. നെക്സ്റ്റ് 3 + 6 ഗ്രേറ്റർ ദാൻ 8 ആണോ നോക്കണം. ഇവിടെ 8 ആണ് വലുത്. 3ഉം 6ഉം കൂട്ടിയാൽ 9 ആണ് കിട്ടുന്നത്. അത് 8നേക്കാൾ വലുതല്ലേ? ആണ്. അപ്പോൾ ഇതും എന്താണ്? ട്രയാങ്കിളാണ് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് 2, 3, 6. ഇവിടെ വലുതാരാ? 6 ആണ്. അപ്പോൾ 2 + 3 ഗ്രേറ്റർ ദാൻ 6 ആണോ? 2 + 3 എത്രയാ? 5. 5 6നേക്കാൾ വലുതാണോ? അല്ല. 5 6നേക്കാൾ ചെറിയൊരു സംഖ്യയാണ്. ആയതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യണില്ല. ഈ തിയറം ഫോളോ ചെയ്യണില്ല. അടുത്തത് നോക്കാം. 4, 7, 10. അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എഴുതി പറയാമെന്നേ ഉള്ളൂ. 4, 7, 10. ഇതിൽ 10 ആണ് വലുത്. 4 കൂട്ടണം 7 എത്രയാ? 11. 11 ഗ്രേറ്റർ ദാൻ 10 ആണ് അല്ലേ? അപ്പോൾ അതും പറ്റും. അപ്പോൾ ഇതും പറ്റും. അപ്പോൾ ആരാണ് കൂട്ടത്തിൽ ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയില്ലാത്തത്? 2, 3, 6. എന്തുകൊണ്ടാവാത്തത്? അതിലെ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ വലിയ സംഖ്യ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ കേസിൽ ഇനിയിപ്പോൾ ഇതിലെല്ലായിടത്തും തന്നേക്കുന്ന വലിയ വശം ലാസ്റ്റാണ് തന്നേക്കണേ. അത് ചിലപ്പോൾ ഫസ്റ്റ് തന്നാലോ നടുക്ക് തന്നാലോ ഒന്നും കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം? വലിയ വശത്തേക്കാൾ ചെറുതായിരിക്കണം എന്ത്? ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ത്രികോണം ആവണം എന്നുണ്ടെങ്കിൽ ആ തിയറം ഫോളോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുർഭുജത്തിൻ്റെ 4 കോണുകൾ 1:2:3:4 എന്ന അനുപാതത്തിലാണ് എങ്കിൽ അവയിലെ ചെറിയ 2 കോണുകളുടെ തുക എത്രയായിരിക്കും? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചോദിച്ച ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇതിൽ ഉൾപ്പെടുത്തേണ്ട 2 കാര്യങ്ങൾ നമുക്കറിയണം. ഒന്ന്, റേഷ്യോയുടെ പരിപാടി നമുക്കറിയണം. അംശബന്ധം വെച്ചിട്ടുള്ള പരിപാടി നമുക്കറിയണം. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എത്രയാണ്? ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എത്രയാണെന്ന്. അപ്പോൾ ചതുർഭുജം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ചതുർഭുജം ആലോചിക്കുക. ഏതാ നിങ്ങൾക്ക് അറിയണ ചതുർഭുജം? ചതുരം അല്ലേ? ചതുരത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 4 90 ഡിഗ്രി. 4 90 ഡിഗ്രി കൂട്ടിയാൽ എത്രയാ? 360 ഡിഗ്രി. അപ്പോൾ അത്രയേ ഉള്ളൂ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? n-2 × 180 ഡിഗ്രി ചെയ്യണം. n-2 × 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 4 വശം, 4ന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 2 × 180 360. അങ്ങനെ നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഇത് എന്തായാലും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് ഓർമ്മയില്ലാതെ പരിപാടിക്ക് ഇറങ്ങരുത്. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2:3:4 ആണ്. ഇതിൻ്റെ മൊത്തം തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. എത്രയാ? 360 ഡിഗ്രി. ഇതറിയാതെ ഈ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമുക്കറിയാം. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് അവയിലെ ചെറിയ 2 കോണുകളുടെ തുക എത്ര ആയിരിക്കും എന്നാണ്. ഇതിൽ ചെറിയ 2 കോണുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെൻ്റെ തുകയാണ് 360. തുകയാണ് 360. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 360 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി കൂട്ടുക. കൂട്ടിയാൽ എത്രയാ? 4 3 7, 7 2 9, 9 1 10. എന്നിട്ട് അതുകൊണ്ട് ഹരിക്കുക. ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നതാണ് 360 എങ്കിൽ 360നെ 10 കൊണ്ട് ഹരിക്കുക ആദ്യം. കിട്ടുന്നുണ്ടല്ലോ? എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഏറ്റവും ചെറിയ 2 കോണുകളുടെ തുകയാണ്.
അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ 360/10 ചെയ്യാം ആദ്യം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഓക്കെ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ രണ്ട് കോണുകൾ ആരൊക്കെയാണ്? ദേ 1 ഉണ്ട്, പിന്നെ അതുപോലെ 2 ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യുക, എന്നിട്ട് ഈ കിട്ടിയതിനെ 1 കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഈ 36 എന്ത് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഈ 36 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയ്ക്ക് പാകത്തിനുള്ള ആംഗിൾ നമുക്ക് അവിടെ കിട്ടും 36. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? 2 പാകത്തിനുള്ള റേഷ്യോയ്ക്ക് പാകത്തിനുള്ള അളവ് എത്രയാണ്? 72. അത് കിട്ടും. 36 × 2 72 അല്ലേ? അപ്പോൾ അത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് പരിപാടി. മനസ്സിലായല്ലോ? എന്നിട്ട് ഇത് രണ്ടും കൂട്ടിയാൽ മതി. 36 കൂട്ടണം 72 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. എത്ര ഉത്തരം? അത് കിട്ടും. ഓക്കെ. പക്ഷെ നമ്മൾ അത്രയും കൂടിയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ നോക്കണില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടിയും പറയുകയാണ്. ചിലപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു 1:2:3:4 ആണ് കോണുകളുടെ അളവുകൾ. ചെറിയ കോണുകൾ 1:2 ആണ്. അത് നമുക്കറിയാം. 360 ഡിഗ്രിയാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു കോണിൻ്റെ അളവ് കിട്ടാൻ, അതായത് അതിൻ്റെ ഒരു യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 360നെ ഇവയുടെ ആകെ തുകയാണ് 360. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ആകെ തുക കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4ഉം 3ഉം 2ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് 10 ആണെന്നറിയാം. ഓക്കെ. ഗുണിക്കണം. നമ്മളോട് ഇപ്പോൾ ഏറ്റവും വലിയ കോണാണ് കാണാൻ പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുമായിരുന്നു? 4 കൊണ്ട് ഗുണിച്ചാനെ. ഇവിടെ വലിയ സംഖ്യ 4 അല്ലേ? അപ്പോൾ നമ്മളോട് ഏറ്റവും ചെറിയ കോൺ കാണാൻ പറഞ്ഞാലോ 1 കൊണ്ട് ഗുണിച്ചേനെ. സാധനം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ചെറിയ 2 കോണുകളുടെ തുക കാണാനാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്തു? 1 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി. അതുപോലെ ഈ 360/10 ചെയ്തതിന് ശേഷം ഈ 2 കൊണ്ട് ഗുണിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 2 ചെറിയ കോണുകളുടെ തുക കിട്ടും. അത് രണ്ടും കൂട്ടി എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്, നമുക്കറിയാം ചെറിയ 2 കോണുകളുടെ തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1ഉം ഈ 2ഉം കൂട്ടിയതല്ലേ? ഈ 1ഉം 2ഉം കൂട്ടിയതല്ലേ ചെറിയ 2 കോണുകളുടെ തുക? ചെറിയ 2 കോണുകൾ എന്ന് പറഞ്ഞാൽ 1:2 ആണ്. അപ്പോൾ ഈ 1ഉം 2ഉം ആണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂട്ടുക. 1ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 3. നേരെ ചെയ്താൽ മതി. 36 × 3 108. ഇത് പറയാനാണ് ഇത്രയും കഥ. 108 ഡിഗ്രി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 36 + 72 അത് ചെയ്താൽ ഈ 108 തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം നോക്കാം. 1/2, 3/4, 4/5, 5/6 എന്നിവയുടെ ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ. സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? ഈ ചെറു പൊതു ഗുണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാ, LCM. വൻ പൊതു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? HCF. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക എന്നാണ് ചോദിച്ചേ. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക എന്നാണ് ചോദിച്ചേ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഇതിൽ ഈ ചോദ്യം ഇടാനൊക്കെ കാരണമുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളാണ്. അപ്പോൾ 1/2, 3/4, 4/5, 5/6 ഇതൊക്കെ എന്താ? ഇതൊക്കെ ഭിന്നസംഖ്യ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ആദ്യം പഠിക്കാം. ഭിന്നസംഖ്യകളുടെ LCM. ഭിന്നസംഖ്യയുടെ LCM കാണാൻ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യയുടെ LCM കാണാൻ ഒറ്റ പരിപാടി ചെയ്താൽ മതി. എന്ത്? അംശങ്ങളുടെ, അംശം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ന്യൂമറേറ്റർ മേലെയുള്ളത് കേട്ടോ. ഒരു നമ്മളെ A/B എന്ന് പറയുമ്പോൾ ഈ മേലെയുള്ള സാധനമാണ് അംശം, B എന്ന് പറയുന്നത് താഴെയുള്ളത് ഛേദം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭിന്നസംഖ്യയുടെ LCM കാണാൻ എന്ത് ചെയ്യുക? അംശങ്ങളുടെ, നമുക്ക് LCM അല്ലേ കാണണ്ടേ? അപ്പോൾ LCM ഡിവൈഡഡ് ബൈ, മേലെ അംശമാണല്ലോ വരിക, അതിൻ്റെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ, താഴെ ഛേദമല്ലേ വരിക, ഛേദങ്ങളുടെ HCF. സിമ്പിളല്ലേ? ചെയ്തൂടെ? ചെയ്യാലോ? അതൊന്ന് ചെയ്തു നോക്കാം ആദ്യം. അപ്പോൾ നമുക്ക് 1/2 ഞാൻ സംഖ്യകൾ മാത്രം ഒന്ന് എഴുതാം. ഓക്കെ. ഇവിടെ ഒന്ന് എടുത്തെഴുതാം. 1/2, 3/4, 4/5, 5/6 ഇതിൻ്റെ ഈ സംഖ്യകൾ എടുത്തു. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ സംഖ്യകളുടെ LCM ആണ് കാണേണ്ടത്? ഇതിലേതൊക്കെ സംഖ്യകളുടെ LCM ആണ് കാണേണ്ടത്? 1, 3, 4, 5 അല്ലേ? LCM അംശങ്ങളുടെ LCM ആണ് കാണേണ്ടത്. അപ്പോൾ 1, 3, 4, 5ൻ്റെ LCM കാണണ്ടേ? ഞാൻ കാണുകയാണ്. 1, 3, 4, 5ൻ്റെ LCM കാണാൻ പറ്റുമോ? ഒന്നിനും ഇപ്പോൾ ഒരു പൊതുവായ ഘടകം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ഡയറക്റ്റായിട്ട് ഗുണിച്ചാൽ മതി.
അപ്പോൾ ഞാൻ ആദ്യം 20 പിന്നെ 3 ഉണ്ട്, 20 × 3 60 × 1 അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM എത്ര കിട്ടി? 60 എന്ന് കിട്ടി. ഞാൻ അങ്ങനെ എഴുതണോ? അപ്പോൾ നമുക്ക് ഇവിടെ മേലെ എന്ത് എഴുതാം? 60 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ, ഇനി എന്താ പറഞ്ഞേക്കണേ? ഛേദങ്ങളുടെ HCF അല്ലേ? ഛേദങ്ങളുടെ HCF അല്ലേ പറഞ്ഞേക്കണേ? ഛേദങ്ങളുടെ HCF, ഛേദങ്ങൾ ഏതൊക്കെയാണ്? 2, 4, 5, 6. ഛേദങ്ങളുടെ HCF ആണ് കാണേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ 2, 4, 6 ആണെങ്കിൽ അതിന് HCF ഉണ്ട്. പക്ഷേ ഇവിടെ 5 വന്നുകൊണ്ട് ഇതിനവിടെ HCF എത്ര വരിക? 1. ഇതിനൊരു പൊതുവായ ഘടകമല്ല, അതുകൊണ്ട് എന്താണ്? 1 അതിൻ്റെ HCF. സാധനം അറിയാലോ, LCM HCF ചെയ്യാൻ അറിയാമെന്നുള്ളതിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2, 4, 5, 6ൻ്റെ HCF എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 60/1. എത്രയാണ് അപ്പോൾ അത്? 60 തന്നെ. ഞാൻ സ്ഥലം അടുത്തതും കൂടി എഴുതാനുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ എഴുതുന്നത്. ഉത്തരം 60. ഭിന്നസംഖ്യകളുടെ LCM കാണാൻ എന്ത് ചെയ്യണം? അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60/1 എന്ന് കിട്ടി. 60 എന്താ? അംശങ്ങളുടെ LCM, ഛേദങ്ങളുടെ HCF എത്രയാ? 1. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇനി നമ്മൾ എന്ത് കാണണം? വൻ പൊതുഘടകം കാണണം, എന്നാലേ നമുക്കിത് രണ്ടും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ വൻ പൊതുഘടകം എന്ന് പറയുന്നത് ഭിന്നസംഖ്യകളുടെ HCF ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഭിന്നസംഖ്യയുടെ LCM കാണാൻ എന്ത് ചെയ്തത്? അംശങ്ങളുടെ LCM. അപ്പോൾ മേലെ LCM, താഴെ HCF. അപ്പോൾ HCF കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞേ, ഞാനിതൊക്കെ ഒന്ന് വായിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ അംശങ്ങളുടെ HCF? 1, 3, 4, 5. ഈ 1, 3, 4, 5-ൽ 1 വന്നാൽ തന്നെ അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട അല്ലേ? HCF കാണാൻ പറഞ്ഞാൽ എത്രയായിരിക്കും? 1. അപ്പോൾ HCF 1 നമുക്ക് കിട്ടി. അംശങ്ങളുടെ HCF 1 കിട്ടി. ഇനി എന്താണ്? ഇത്ര നീട്ടി എഴുതണ്ട അല്ലേ? 1 കിട്ടി. ഇനി ഛേദങ്ങളുടെ LCM. ഛേദങ്ങൾ ഏതൊക്കെയാ? ഛേദങ്ങൾ 2, 4, 5, 6. അതിൻ്റെ LCM ആണ് കാണേണ്ടത്. LCM കാണാമല്ലോ. 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 5 അതുപോലെ എഴുതി, ഇവിടെ 3 എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യണോ? ഇനി ചെയ്യണ്ട അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഗുണിക്കണം 5 ഗുണിക്കണം 3. അപ്പോൾ 3, 2, 6. 6 × 10 എത്രയാ? 60. ഇതിൻ്റെ LCM എത്രയാണ്? 60. ഛേദങ്ങളുടെ LCM 60. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2 ഇക്വേഷൻസ് ആദ്യം പഠിച്ചു. എന്ത് പഠിച്ചു? ഭിന്നസംഖ്യകളുടെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? അംശങ്ങളുടെ LCM കാണാം. നമ്മളോടൊരു LCM ആണ് കാണാൻ പറഞ്ഞത്. ഭിന്നസംഖ്യയുടെ LCM കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? മേലെ അംശങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക, അതിൻ്റെ LCM ആദ്യം കാണാം. എന്നിട്ട് താഴെ ഛേദമാണുള്ളത്, അതിൻ്റെ HCF കാണാം. ഇനി നിങ്ങളോട് ചോദ്യത്തിൽ ഭിന്നസംഖ്യയുടെ HCF ആണ് കാണാൻ പറഞ്ഞു വെച്ചാലോ, മേലുള്ളത് ഏതാ? അംശത്തിൻ്റെ HCF കാണാം. താഴെയുള്ളത് ഛേദത്തിൻ്റെ LCM കാണാം. നമ്മളോട് എന്താണോ കാണാൻ പറഞ്ഞത് അത് മേലെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 60 എന്നും 1/60 എന്നും കിട്ടി. നമുക്ക് അതായത് LCM, അതായത് ചെറുപൊതു ഗുണിതം 60 എന്നും ഭിന്നസംഖ്യയുടെ വൻ പൊതു ഘടകം അതായത് HCF എന്ന് പറയുന്നത് 1/60 കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ, അതായത് 60 കൂട്ടണം 1/60 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും വന്നാൽ എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കുന്നു. 60 ഗുണിക്കണം 60 എത്രയാ? 3600. 6 36, പിന്നെ 2 0, അത്രേ ഉള്ളൂ അല്ലേ? 3600 പ്ലസ് ഈ 1 ഗുണിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഒരു 1 ഉണ്ട്. അങ്ങനെ എഴുതി ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? 1 ഡിവൈഡഡ് ബൈ ഈ 60 ഗുണിക്കണം 1 ചെയ്യേണ്ടത്. നമുക്ക് 60 മാത്രമല്ലേ ഉള്ളൂ, 60 എഴുതിയാൽ മതി, അതിൻ്റെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം 3601 ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടുന്നു. ഉത്തരം 3601 ഡിവൈഡഡ് ബൈ 60. മനസ്സിലായല്ലോ? കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ അറിയാത്തവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. പക്ഷേ വളരെ സിമ്പിളാണ്.
വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ ഈ ചോദ്യത്തിൽ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം √5 പ്ലസ് √9 പ്ലസ് √49 അങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നേരെ ചെയ്യാം. ഈ √49 ഉണ്ടല്ലോ, അതെത്രയാണ്? 7 അല്ലേ? അതവിടെ ആദ്യം ചെയ്യുക. 49ൻ്റെ റൂട്ട് എത്ര? 7. 7 7 49. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി 9 പ്ലസ് 7 എന്ന് മാത്രമുള്ള അവിടെ 9 പ്ലസ് 7 എത്രയാണ്? 9 7 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 16. √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16ൻ്റെ റൂട്ട് 4. അപ്പോൾ 5 പ്ലസ് 4 എന്നായി. 5 പ്ലസ് 4 എത്രയാണ്? റൂട്ടിൻ്റെ ഉള്ളിൽ 5 പ്ലസ് 4 എത്രയാണ്? 9. √9 എത്രയാണ്? 3. ഇത്രയേ ഉള്ളൂ പരിപാടി. നേരെ ചെയ്യാം. ഇനി ഇതിന് അധികം സമയം കളയാനൊന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ കുറേ നേരമായി നോക്കണമെന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, പോസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും വരിക കേട്ടോ. അപ്പോൾ നോക്കാം. ഒരു ബാങ്കിൽ രാജനും വിജയനും ഒരേ തുക 8% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. രാജൻ സാധാരണ പലിശയ്ക്കും വിജയൻ കൂട്ടുപലിശയ്ക്കുമാണ് നിക്ഷേപിച്ചത്. വിജയന് രാജനേക്കാൾ 128 രൂപ അധികം ലഭിച്ചാൽ നിക്ഷേപിച്ച തുക എത്ര? ചോദ്യം വളരെ ക്ലിയർ ആണ്. വിജയനും രാജനും 8% പലിശ നിരക്കിൽ, അതിൽ രാജൻ സാധാരണ പലിശ, വിജയൻ കൂട്ടുപലിശ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കറിയാം എന്താണ് സാധാരണ പലിശയും കൂട്ടുപലിശയും ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ആർക്കാ ലാഭം ഉണ്ടാവുക? കൂട്ടുപലിശയിൽ പൈസ ഇടുന്ന ആൾക്കാർക്കും ലാഭം ഉണ്ടാവുക. അപ്പോൾ കൂട്ടുപലിശ കൂടുതലാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 2 വർഷത്തെ കണക്കാണ്. 2 വർഷത്തേക്കാണ്. എത്ര വ്യത്യാസം വന്നു? 128 രൂപയാണ് വ്യത്യാസം വന്നത്. ഇതെല്ലാം തന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കണം നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും നിക്ഷേപിച്ച തുക സെയിം ആണ് ഏതാനും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ട ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള ഇക്വേഷൻ ചെയ്യേണ്ട, പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു കുഞ്ഞ് ഇക്വേഷൻ. അത് പഠിക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്യണം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? P ഇൻറ്റു 2 രീതിയിൽ എഴുതാം. ഞാനേതായാലും R/100 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതുന്നു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് സിമ്പിളായിട്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം. P ഇൻറ്റു R²/100². ഇത് ഓർമ്മയിൽ നിൽക്കില്ലേ? P ഇൻറ്റു R²/100². P എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ എത്ര തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് പ്രിൻസിപ്പൽ എമൗണ്ട്. R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണത്? R എന്ന് പറഞ്ഞാൽ എന്താ? പലിശ നിരക്ക്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതായത് ഇവിടുത്തെ കേസിൽ 128. നമ്മുടെ ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു R²/100². ആ 100ൻ്റെ ഒപ്പം ഒരു സ്ക്വയർ ഉള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മറന്നാൽ മാർക്ക് പോവും കേട്ടോ. ഞാൻ പറയുകയാണ് P ഇൻറ്റു R²/100² എന്ന് പറഞ്ഞാൽ 128. എന്താണ് ഈ P ഇൻറ്റു R²/100²? ഒരാൾ സാധാരണ പലിശ, മറ്റൊരാൾ കൂട്ടുപലിശ. എത്ര വർഷം? 2 വർഷം. അതിൻ്റെ വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണിത്. ചെയ്യാലോ? അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണ് ഇക്വേഷൻ ഡയറക്റ്റായിട്ട്. P അറിയില്ല. P ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 8² ഡിവൈഡഡ് ബൈ 100² സമം 128. ഞാൻ ഈ സ്ക്വയറൊക്കെ ഒന്ന് മാറ്റി എഴുതാം. P ഇൻറ്റു 64, 8 64 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഇട്ടു, 2 0 കൂടി ഇട്ടു, അതവിടെ കഴിഞ്ഞു. 128 എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എഴുതിയിരിക്കുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അതിൽ അധികം പറയാനില്ല അല്ലേ? എനിക്ക് വേണ്ടത് P മാത്രമാണ് അല്ലേ? എനിക്ക് വേണ്ടത് P മാത്രമാണ്. അപ്പോൾ Pയെ മാത്രം ഞാൻ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയപ്പോൾ ആരുണ്ട്? 128 ഉണ്ട്. അവൻ ആദ്യം അതുപോലെ എഴുതി. ഇനി നോക്ക്, ഈ 10,000 ഓക്കെ 1 2 3 4 0 അല്ലേ? 10,000നെ എന്ത് ചെയ്യണം? എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം, സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ എന്നാണ്, താഴെയാണ് കിടക്കുന്നത് അല്ലേ? ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹരണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഗുണനാവും. ഗുണനാവുമ്പോൾ ഇവിടെ 10,000 അല്ലേ? ഒരു 4 0 കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. കാരണം ഇവിടെ ഒരു ഗുണിക്കണം 64 ഉണ്ട്. അത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കണം 64 എന്നായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. ഈ 64ഉം 128ഉം വെട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി എന്ത്? 20,000 രൂപ.
അതായത് അവർ നിക്ഷേപിച്ച തുക എത്രയാ? 20,000 രൂപ. അപ്പോൾ അതിലാകെ എന്താ പഠിക്കാനുള്ളത്? പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 100² എന്ന് പറയുന്നത് 2 വർഷത്തേക്ക്, ശ്രദ്ധിക്കണം, 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം 123² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,129 ആണ് എങ്കിൽ 1.23 സ്ക്വയർ പ്ലസ് 12.3 സ്ക്വയർ പ്ലസ് 0.123 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാം. വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. 0.4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 0.16 ആണ്. ഞാൻ പറഞ്ഞേക്കണ മനസ്സിലായല്ലോ? 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ 0.4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.16 ആണ്. ഇവിടെ ഒരു സ്ഥാനം ആണുള്ളതെങ്കിൽ ഇവിടെ 2 സ്ഥാനമായിട്ട് മാറും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ 2 സ്ഥാനമാണെങ്കിലോ ഇവിടെ എത്ര ആയിരിക്കും? 4 സ്ഥാനം മാറിയിട്ടായിരിക്കണം പോയിൻ്റ് ഉണ്ടാവേണ്ടത്. ഇവിടെ ഇപ്പോൾ 5 സ്ഥാനമാണെന്നുണ്ടെങ്കിലോ 10 സ്ഥാനം മാറിയിട്ടായിരിക്കണം പോയിൻ്റ് ഉണ്ടാവേണ്ടത് സ്ക്വയർ ചെയ്യുമ്പോൾ, കേട്ടോ. ആ സാധനം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതായത് ഈ 0.4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണത്? 4/10 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. ആ 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ അതിന് നിൽക്കണ്ട, അതിന് വേറെ എന്ത് ചെയ്താൽ മതി? 0.4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ടാണ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ 1/2. അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. ഇനിയിപ്പോൾ 0.04 സ്ക്വയർ എന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ 2 സ്ഥാനം മാറിയിട്ടല്ലേ, അപ്പോൾ ഞാൻ 4 സ്ഥാനം മാറ്റിയിട്ട് വേണം പോയിൻ്റ് ഇടാൻ. അപ്പോൾ ഞാൻ ആദ്യം 16 എന്ന് എഴുതി. ഇനി 4 സ്ഥാനം മാറണം. 1, 2, 3, 4 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ടു. 0.0016. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഈ 123 സ്ക്വയറിൻ്റെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലാസ്സായിട്ട് ചെയ്യാം, കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിക്കോട്ടെ, നിങ്ങളെ തലയൊന്ന് പെരുക്കട്ടെ. ഓക്കെ, ഇത് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. അതിനാണ് ഞാൻ ഫസ്റ്റ് അത്രയും ബൂസ്റ്റ് ചെയ്തത്, കേട്ടോ. ഉത്തരം കമൻറ്റ് ഇടുന്നത് ഞാൻ അത്രയും ബൂസ്റ്റ് ചെയ്തത് ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല ജോലി കിട്ടി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി. എന്നെ കേട്ടതിന് താങ്ക് യു.